ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെ എവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാനവിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് മോവാബ്യ സ്ത്രീയായ രൂത്ത്. ബന്ധം നിലനിർത്തുക എന്നത് ഇപ്പോഴത്തെ കാലത്ത് അത്ര എളുപ്പമല്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിൽ പറയാനായി ഒരുപാട് കാരണങ്ങളും നമ്മുടെ പക്കലുണ്ട് എന്നുള്ളത് സത്യം തന്നെ. എന്നാൽ ബന്ധങ്ങളെ നിലനിർത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ സ്നേഹം വേണം. സ്നേഹമുണ്ടെങ്കിലേ സന്തോഷമുണ്ടാവുകയുള്ളൂ. സ്നേഹവും സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ സമാധാനം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇവ മൂന്നുമുണ്ടെങ്കിൽ മാത്രമേ ദീർഘക്ഷമ നമുക്ക് ഉണ്ടാകുകയുള്ളൂ. ദീർഘക്ഷമ ഉണ്ടെങ്കിൽ മാത്രമേ ദയ ഉണ്ടാകുകയുള്ളൂ. ദയ ഉണ്ടെങ്കിൽ മാത്രമേ പരോപകാരം ചെയ്യുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. പരോപകാരം ചെയ്യാൻ സാധിക്കുന്നത് ദയയും സൗമ്യതയും ഉള്ളതുകൊണ്ട് മാത്രമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. മുകളിൽ പറഞ്ഞ ഈ 8 ഗുണങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ദ്രിയ ജയം കൈവരിക്കുവാൻ സാധിക്കത്തുള്ളൂ. ഇതിനെല്ലാം നാം ആത്മാവിൻ്റെ ഫലങ്ങൾ എന്നാണ് പറയുന്നത്. ഗലാത്യർ 5:22 23 ആദ്യ ഭാഗത്തും ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 22 പുസ്തകം നാം വായിക്കുമ്പോൾ നാം കാണുന്നത് ഇതിൽ 4 അധ്യായങ്ങളും 85 വാക്യങ്ങളും ആണ് ഉള്ളത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ അറിയപ്പെടുന്ന 2 കൃതികളാണ് റൂത്തിൻ്റെയും എസ്തേറിൻ്റെയും പുസ്തകങ്ങളെന്ന് നമുക്ക് അറിയാം. വിശുദ്ധ വേദപുസ്തകത്തിൽ സ്ത്രീകളുടെ പേരിൽ 2 ബുക്കുകളെ ഉള്ളെന്നുള്ള വിവരം നമുക്ക് ഏവർക്കും അറിയാമല്ലോ. 1 റൂത്ത്, 2 എസ്തേർ. മോവാബ്യ സ്ത്രീയായ രൂത്തും യഹൂദ സ്ത്രീയായ എസ്തേറും 2 വ്യത്യസ്ത സമയങ്ങളിൽ ദൈവത്തോടുള്ള തങ്ങളുടെ ഭക്തിയും വിശ്വസ്തതയും അവരവരുടെ സ്വന്തം ജീവിതത്തിലൂടെ വ്യക്തമാക്കിയവരാണ് എന്നും നമുക്ക് ഏവർക്കും അറിയാം. രൂത്തിന്റെ പുസ്തകം നാം നോക്കുമ്പോൾ യഹൂദ വംശജ അല്ലാത്ത ഒരു സാധാരണക്കാരി സ്ത്രീയുടെ പേരിൽ പഴയ നിയമത്തിൽ ഒരു പുസ്തകം ഉണ്ടാവുക എന്നത് അത്ഭുതം തന്നെയാണ്. തൻ്റെ ഭർത്താവിൻ്റെ മരണശേഷം അമ്മാവി അമ്മയെ സ്വന്തം അമ്മയായി പരിചരിക്കുകയും അമ്മാവി അമ്മയുടെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്ത വഴി മനുഷ്യനു വേണ്ടി ദൈവം ഒരുക്കിയ രക്ഷാകര ചരിത്രത്തിലും യേശുവിൻ്റെ വംശാവലിയിലും പേര് ചേർക്കപ്പെട്ട ആളാണ് റൂത്ത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. നീതിമാനായ ദൈവം അവളെ താൻ കാലാപെറുക്കാൻ പോയ വയലിൻ്റെ നാഥയാക്കി മാറ്റുന്ന വീണ്ടെടുപ്പിൻ്റെ സംഭവങ്ങളാണ് രൂത്തിന്റെ പുസ്തകത്തിൽ ഉടനീളം കാണുന്നത്. ചെറിയ പുസ്തകത്തിൽ വലിയ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരിക്കുന്നു. 3 വിധവകളുടെ ചരിത്രത്തിലൂടെ വീണ്ടെടുപ്പിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞ മനോഹര ചിത്രം ഇവിടെ ഉണ്ട്. ഒരു കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും ഹൃദയസ്പർശിയായ വിവരണങ്ങൾ കൂടിയായി രൂത്തിന്റെ പുസ്തകത്തെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇസ്രായേലിൽ ന്യായാധിപന്മാർ ന്യായപാലനം നടത്തിയ കാലത്ത് സംഭവിച്ച കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. 1-ാമത്തെ അധ്യായം നോക്കുമ്പോൾ യഹൂദ്യനായ എലിമേലെക്ക് ഭാര്യയായ നവോമിയെയും മക്കളോടുമൊപ്പം മോവാബിൽ താമസിക്കുകയും മക്കളായ മഗ്ലോനും ഗില്യോനും മോവാബ്യരായ രൂത്തിനെയും ഓർപ്പയെയും വിവാഹം കഴിക്കുകയും ചെയ്യുന്നതായി നാം ഈ വേദഭാഗത്ത് കാണുന്നുണ്ട്. എലിമേലെക്കും മഗ്ലോനും ഗില്യോനും മരിക്കുകയും അമ്മാവി അമ്മയും മരുമക്കളും വിധവകളാകുകയും ചെയ്യുന്നതായി പിന്നീട് നമുക്ക് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. നവോമിയുടെ നിർദ്ദേശം അനുസരിച്ച് 2ാമത്തെ മരുമകളായ ഓർപ്പ അവരെ വിട്ട് പോകുന്നു. എന്നാൽ മൂത്ത മരുമകൾ നവോമിയോട് ചേർന്ന് നിൽക്കുന്നു. നവോമിയുടെ ദൈവത്തിൽ അവൾ വിശ്വസിക്കുന്നു. നവോമിയെ വിട്ടുപിരിയാതെ അവളോടൊപ്പം ബേത്ലഹേമിലേക്ക് പോകുന്നു. 2-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് രൂത്ത് ബോവാസിന്റെ വയലിൽ കാലാപെറുക്കുന്നതായാണ്. രൂത്തും ബോവാസും കണ്ടുമുട്ടുകയും ബോവസ് കാണിച്ച ദയെക്കുറിച്ച് അവൾ നവോമിയോട് പറയുകയും ചെയ്യുന്നതാണ്. അധ്യായം 3-ൽ നമ്മൾ കാണുന്നത് നവോമിയുടെ നിർദ്ദേശം അനുസരിച്ച് രൂത്ത് ബോവസിന്റെ മെതിക്കളത്തിൽ എത്തുന്നു. ബോവസ് നവോമിക്ക് നൽകുന്നതിനായി കൊടുത്തുവിട്ട സമ്മാനവുമായി രൂത്ത് തിരികെ എത്തുന്നു. അധ്യായം 4-ൽ നാം കാണുന്നത് ബോവസ് വീണ്ടെടുപ്പുകാരനായി മാറുന്നു. രൂത്തിനും ബോവസിനും ഒബേദ് ജനിക്കുന്നു. യേശുവിൻ്റെ വംശാവലിയുടെ ഭാഗമായി ഒബേദിനെ ഉയർത്തി ദാവീദിന്റെ വംശ പരമ്പര എടുത്ത് കാണിക്കുന്നു. ദൈവത്തിൻ്റെ രക്ഷകരമായ പദ്ധതി സാർവത്രികമാണെന്ന് എന്ന ബോധ്യം ഇവിടെ നമുക്ക് ഉറപ്പാകും.
ഈ പുസ്തകത്തിൽ നാം കാണുന്നത് ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെ ആണ് എന്നതാണ്. ഇംഗ്ലണ്ടിലെ മഹാകവിയായിരുന്ന ടെന്നിസൺ രൂത്തിന്റെ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് കവികൾക്ക് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇനി ഒന്നുമില്ലാത്ത കവിതയാണ് ഇത് എന്നാണ്. രൂത്തിന്റെ പുസ്തകം കഴിഞ്ഞാൽ നമുക്ക് രൂത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരേ ഒരു വേദഭാഗം മാത്രമേ ഉള്ളൂ. അത് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ ആണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതായത് ഇതിൽ ഒരു പ്രകാരം പറഞ്ഞിരിക്കുന്നു, ശൽമോൻ രാഹാബിനെ ബോവസിൽ ജനിപ്പിച്ചു, ബോവസ് രൂത്തിൽ ഒബേദിനെ ജനിപ്പിച്ചു, ഒബേദ് ഇശായിയെ ജനിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയി കാണാൻ പറ്റുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് രൂത്തിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു വേദഭാഗമുണ്ട്. രൂത്ത് തൻ്റെ അമ്മാവിയമ്മയോട് പറയുന്ന ഒരു വേദഭാഗം, നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുതേ. നീ പോകുന്നിടത്ത് ഞാൻ പോകും, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും. നിന്റെ ജനം എൻ്റെ ജനം, നിന്റെ ദൈവം എൻ്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും, അടക്കപ്പെടും. മറത്താൽ അല്ലാതെ ഞാൻ നിന്നെ പിരിഞ്ഞാൽ യഹോവ തക്കവണ്ണവും അധികവും എന്നോട് ചെയ്യുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഒരു സ്ത്രീയുടെ ഉത്തമ ഗുണങ്ങളാണ് അവൾ ഇവിടെ എടുത്തു കാണിക്കുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ചരിത്രപരമായി നോക്കുമ്പോൾ റൂത്ത് ദാവീദ് രാജാവിൻ്റെ വലിയ വല്യമ്മയാണ്. ഗോയേൽ എന്ന എബ്രായ പദത്തിന്റെ അർത്ഥം ചാർച്ചക്കാരൻ എന്നാണ്. ബോവസ് എന്ന വാക്കിന്റെ അർത്ഥം ബലം അവനിൽ, ബലം ശക്തി എന്നാണ്. ഈ പുസ്തകം എഴുതിയത് ആരാണ് എന്നുള്ള സൂചന ഈ പുസ്തകത്തിൽ കാണുന്നില്ല. എന്നാൽ നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ശമൂവേൽ പ്രവാചകനാണ് ഈ പുസ്തകം എഴുതിയത് എന്ന് യഹൂദ റാബിമാർ പറയുന്നു. മോവാബ്യരും യഹൂദരുമായിട്ടുള്ള ബന്ധം നോക്കുമ്പോൾ ഒരു മോവാബിയ സ്ത്രീ എന്ന നിലയിൽ റൂത്ത് ലോത്തിന്റെ വംശത്തിലെ ഒരു കണ്ണിയാണ് എന്ന് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അമ്മാവിയമ്മ നവോമി യഹൂദ വംശജയാണ്. എലിമലേക്ക് എന്ന വാക്കിന്റെ അർത്ഥം ദൈവം എൻ്റെ രാജാവാകുന്നു എന്നാണ്. ദൈവവും ആയുള്ള ഉടമ്പടി ലംഘിച്ചത് കൊണ്ട് എലിമലേക്ക് മോവാബിലേക്ക് പോയതിനാൽ തൻ്റെ അടുത്ത തലമുറയെ കാണുവാൻ അവന് സാധിച്ചില്ല. മഗ്ലോൻ എന്ന വാക്കിന്റെ അർത്ഥം ക്ഷീണിതൻ, കില്ലോൻ എന്ന വാക്കിന്റെ അർത്ഥം ക്ഷയിച്ചു പോകുന്നവൻ, ഓർപ്പ എന്ന വാക്കിന്റെ അർത്ഥം കഴുത്ത് തിരിച്ചു കളഞ്ഞവൾ, രൂത്ത് എന്ന വാക്കിന്റെ അർത്ഥം സഖിയായവൾ, സഹിത്വമുള്ളവൾ. മോവാബിരും യഹൂദരും പരസ്പരം ശത്രുക്കളായിരുന്നു എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നു. നവോമി എന്ന വാക്കിന്റെ അർത്ഥം സന്തോഷം എന്നാണ്. എലിമലേക്ക് ഒരു നല്ല വിശ്വാസിയായിരുന്നില്ല, എന്നാൽ നവോമി ഒരു നല്ല വിശ്വാസിയായിരുന്നു. ബോവസ് അവരുടെ ബന്ധു ആയിരുന്നു. ബോവസ് രാഹാബിൽ ജനിച്ച ശൽമോന്റെ പുത്രനായിരുന്നു. മോവാബിയ സ്ത്രീയായ രൂത്ത് യെരുശലേമിൽ വന്ന് അവൾ ബോവസിനോടൊപ്പം ചേരാനുണ്ടായ കാരണം അവളുടെ സ്വഭാവ ഗുണങ്ങൾ ആണ്, അവളുടെ അനുസരണമാണ്, അവളുടെ അധ്വാനശീലമാണ്, അവളുടെ ദൃഢനിശ്ചയമാണ്, അവളുടെ വിശ്വാസമാണ്. അവൾ മറ്റുള്ളവരുടെ മുമ്പിൽ നിഷ്കളങ്കയാണ്, സൗമ്യതയുള്ളവളാണ്. രൂത്ത് 4-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ബോവസ്, ഒബേദ്, ഇശായി, ദാവീദ് ഇങ്ങനെ കർത്താവിൽ എത്തുന്ന ശൃംഖലയാണ്. പ്രതികൂല സാഹചര്യങ്ങളിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സമാധാനപരമായ ഒരു കുടുംബജീവിതം നയിക്കാൻ സാധ്യമാണെന്നും കഷ്ടതയും ബുദ്ധിമുട്ടുകളും ഏറി വന്നാലും സത്തമരെ ദൈവകൃപ അനുഗ്രഹീതർ ആക്കുമെന്നും രൂത്തിന്റെ വീണ്ടെടുപ്പ് സംഭവം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 2 സ്ത്രീകളുടെ ഏകത്വമാണ് നാം ഇവിടെ കാണുന്നത്. നമ്മളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.